മീഡിയ വൺ പ്രത്യേക തെരഞ്ഞെടുപ്പ് പരിപാടി മാന്യമഹാജനങ്ങളെ നിലമ്പൂരിൽ യാത്ര തുടങ്ങുകയാണ്. പ്രത്യേകം തയ്യാറാക്കിയ ജീപ്പിൽ മണ്ഡലത്തിന്റെ മുക്കിലും മൂലയിലും നിന്ന് വോട്ടർമാരുടെ തെരഞ്ഞെടുപ്പ് ആവേശം പ്രേക്ഷകരിലേക്ക് എത്തും. മഹേഷ് പോലൂരും ക്യാമറ പേഴ്സൺ ശരത് ലാലുമാണ് മാന്യമഹാജനങ്ങൾക്കൊപ്പം നിലമ്പൂർ ചുറ്റുക. നിലമ്പൂരിൽ അംഗം മുറുകുകയാണ്. ഇന്നു മുതൽ 7 ദിവസം മാത്രമാണ് ഇനി പരസ്യ പ്രചാരണത്തിന് ബാക്കിയുള്ളത്. സ്ഥാനാർത്ഥികൾ അവരുടെ പ്രചാരണം കൊഴിപ്പിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. മീഡിയ വണ്ണും അതിൻ്റെ കവറേജ്, ഇലക്ഷൻ കവറേജ് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് മുതൽ നിലമ്പൂരിൻ്റെ ഓരോ മുക്കിലും മൂലയിലും സഞ്ചരിക്കാൻ മീഡിയ വണ്ണിൻ്റെ ഒരു വാഹനം കൂടി എത്തുകയാണ്. നമുക്കറിയാം, തെരഞ്ഞെടുപ്പാകുമ്പോൾ ജീപ്പിലൂടെയുള്ള അനൗൺസ്മെൻറ്റും ജീപ്പ് യാത്രയും വളരെ പരിചിതമാണ് നമുക്ക്. അങ്ങനെ ഒരു ജീപ്പ് ഇറക്കുകയാണ് മീഡിയ വൺ നിലമ്പൂരിലേക്ക്. നിലമ്പൂരിൻ്റെ സ്പന്ദനം അറിയാൻ, വോട്ടർമാർക്ക് എന്താണ് പറയാനുള്ളതെന്നറിയാൻ നിലമ്പൂരിൻ്റെ ഓരോ മുക്കിലും മൂലയിലും സഞ്ചരിക്കുന്ന നമ്മുടെ മാന്യമഹാജനങ്ങളെ എന്ന പേരിലുള്ള ജീപ്പ് യാത്ര ഇന്ന് മുതൽ നിലമ്പൂരിൽ അവസാന സമയത്തേക്ക് എത്തുമ്പോൾ 3 സ്ഥാനാർത്ഥികളും പ്രധാനമായും LDF-ൻ്റെയും UDF-ൻ്റെയും പിന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി PV അൻവർ കൂടി വന്നതോടെയാണ് ആ മത്സരം കൊടുമ്പിരിക്കൊണ്ടത്. ഇതാണ് നമ്മുടെ മാന്യമഹാജനങ്ങളെ എന്ന പേരിലുള്ള നമ്മുടെ ജീപ്പ് യാത്ര. അതിനൊപ്പം മഹേഷ് പോലൂർ കൂടി നമ്മോടൊപ്പം ചേരും. നമ്മുടെ ടീമിനൊപ്പം മഹേഷ് പോലൂർ കൂടി ചേരുന്നുണ്ട്. മഹേഷ്, നമ്മളെപ്പോഴും ഇലക്ഷൻ ആകുമ്പോൾ സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളൊക്കെ പറയും മാന്യമഹാജനങ്ങളെ എന്ന പേരിൽ നമ്മളും യാത്ര തുടങ്ങുകയാണല്ലേ. എങ്ങനെയായിരിക്കും ഈ യാത്ര? നമ്മുടെ യാത്ര എന്ന് പറയുന്നത് നമ്മൾ നിലമ്പൂരിൻ്റെ ഒരു പൾസറിയ എന്നുള്ളത് തന്നെയാണ്. നിലമ്പൂരിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അവർക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാനാണ് നമ്മൾ ഈ യാത്ര. അവർക്ക് പറയാനുള്ള ഈ സമയത്തെ രാഷ്ട്രീയം പറയാം, അവരുടെ MLA എങ്ങനെയായിരിക്കണം എന്ന് പറയാം, അവരുടെ പരാതികൾ പറയാം, പരിഭവങ്ങൾ പറയാം, അവരുടെ സ്നേഹം പങ്കുവയ്ക്കാം. അങ്ങനെ ഒരു വിശാലമായ യാത്രയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നിലമ്പൂരിലെ ഗ്രാമീണ മേഖലകളിലേക്കെല്ലാം എവിടേക്ക് എത്താൻ സാധിക്കുമോ അവിടേക്കൊക്കെ എത്താം. ഒപ്പം തന്നെ നമ്മൾ നിലമ്പൂരിലെത്തുന്ന രാഷ്ട്രീയം, ഇപ്പോൾ കേരള രാഷ്ട്രീയം പൂർണ്ണമായും നിലമ്പൂരിലാണല്ലോ. അപ്പം നിലമ്പൂരിൻ്റെ സ്നേഹം പറഞ്ഞ രാഷ്ട്രീയക്കാർ എല്ലാവരും ഉണ്ട് ഇവിടെ. അപ്പോൾ അവർക്ക് പറയാനുള്ളത് എന്താണ് എന്നുകൂടി അറിയേണ്ടതുണ്ട്. അതാണ് നമ്മൾ ഒരു പഴയ അനൗൺസ്മെൻറ്റ് വാഹനത്തിൻ്റെ കെട്ടും മട്ടും ഭാവത്തിലാണ് നമ്മൾ ഈ വാഹനം തയ്യാറാക്കിയിരിക്കുന്നത്. അതിനകത്ത് നമ്മൾ മൈക്ക് സെറ്റ് ചെയ്യുന്നുണ്ട്, ആളുകൾക്ക് സംസാരിക്കാം, അവരുടെ വിഷയങ്ങൾ പറയാം. അപ്പോൾ അങ്ങനെ ഒരു യാത്രയാണ്. ഒരു എന്താ പറയുക, കൃത്യമായ രാഷ്ട്രീയമുള്ളവരാണല്ലോ നിലമ്പൂർ. അപ്പോൾ ആ നിലമ്പൂരിൻ്റെ രാഷ്ട്രീയം അതേപടി ഒപ്പിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. മഹേഷിന് ഒട്ടും നിരാശപ്പെടേണ്ടി വരില്ല. കാര്യം മഹേഷ് പറഞ്ഞ പോലെ തന്നെ ഓരോ മനുഷ്യനും ആർക്ക് വോട്ട് ചെയ്യുന്നു ചോദിച്ചാൽ എന്തുകൊണ്ട് വോട്ട് ചെയ്യുന്നു എന്നും കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്, കൃത്യമായ നിലപാട് അവർ പറയും. നമ്മുടെ മഹേഷിനൊപ്പം ശരത് ലാൽ ക്യാമറമാൻ കൂടി. ശരത് ലാൽ ദൃശ്യങ്ങൾ പകർത്തുന്ന തിരക്കിലാണ്, അതുകൊണ്ടാണ് ശരത് ലാൽ കൂടി നമ്മോടൊപ്പം ഈ യാത്രയിൽ പങ്കുചേരും. അപ്പോൾ മാന്യമഹാജനങ്ങളുമായി മീഡിയ വൺ ഇനി മുതൽ പ്രേക്ഷകരിലേക്ക്.